തൻ്റെ കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഒടുവിൽ അപ്പുവിൻ്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. അവർക്ക് മുമ്പിൽ അപ്പു തോറ്റു എന്ന് പറഞ്ഞു. എന്നാലും ഇത് അപ്പുവിൻ്റെ തോൽവിയല്ല, യഥാർത്ഥത്തിൽ അപ്പുവിൻ്റെ വിജയമാണ്. അപ്പുവും അപ്പുവിൻ്റെ ഭാര്യയും മക്കളുമില്ലാത്ത ഈ വീടിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഹരിക്കും, ഹരിയുടെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഗണപതിക്കും സാധിക്കില്ലായിരുന്നു. അപ്പുവാണ് ഈ വീടിൻ്റെ വെളിച്ചം. ആ വെളിച്ചം ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ ആകെ ഇരുട്ടിലാകും. അതുകൊണ്ട് തന്നെ അപ്പുവിൻ്റെ തീരുമാനം മാറ്റി. കുടുംബാംഗങ്ങളുടെ അവസ്ഥയും വിഷമവും കണ്ട്. പക്ഷേ ഇന്നും അവർക്ക് മറക്കാൻ കഴിയാത്തത് അച്ഛൻ്റെ മരണമാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഹരിക്ക് ഇന്ന് 2 മക്കളുണ്ട്. ഒരു മകനും ഒരു മകളുമാണ് ഉള്ളത്. ഇന്ന് ഹരി തൻ്റെ ഭാര്യയെയും മക്കളെയും ഒരുപാട് സ്നേഹിക്കുന്നു. താൻ ചെയ്ത തെറ്റിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് പശ്ചാത്താപിച്ചിട്ടുണ്ട്. ഇന്ന് ഹരി എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും തൻ്റെ ഏട്ടനായ അപ്പുവിനോട് ചോദിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അപ്പുവിന് ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനമാണ് ഹരി കൊടുക്കുന്നത്. അപ്പുവേട്ടനായിരുന്നു ശരി. അപ്പുവേട്ടൻ്റെ വഴിയിലൂടെ ആവേണ്ടിയിരുന്നു എൻ്റെ പോക്ക്. എന്നാൽ നമ്മുടെ അപ്പുവേട്ടൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് ആളാകെ. നമ്മുടെ ഹരിയാണ് അപ്പുവേട്ടനെ ഇത്രത്തോളം മാറ്റിയെടുത്തിട്ടുള്ളത്. ഒന്ന് മോഡേണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പുവേട്ടനെയും അപ്പുവേട്ടൻ്റെ ഭാര്യയെയും. ഇന്ന് ഇവർ മൂത്ത മകളെ വിവാഹം കഴിച്ചയക്കുകയും രണ്ടാമത്തെ മകളെ MBBS പഠിപ്പിച്ച് ഇവർ രണ്ടുപേരും ഇപ്പോൾ വിലസുകയാണ് കേട്ടോ. എന്നാലും എത്ര വിലസിയാലും അപ്പുവേട്ടൻ ഇന്നും തൻ്റെ നാട്ടുകാരെക്കുറിച്ചും കോളനിക്കാരെക്കുറിച്ചും ചിന്തിക്കും. അവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവരുടെ ഒറ്റ പരിഹാരം അപ്പുവേട്ട എന്നൊരു വിളിയാണ്. ആ വിളിക്കുത്തരം അവർക്കുള്ള സമാധാനമായിരിക്കും. ഇന്ന് അപ്പുവേട്ടൻ്റെ 2 മക്കളും ഒരുപാട് വളർന്നു കേട്ടോ. മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചു. രണ്ടാമത്തെ മകൾ MBBS പഠിക്കുകയാണ്. മൂത്ത മകളുടെ വിവാഹം ഒരു പ്രണയ വിവാഹമായിരുന്നു. അത് വലിയ സമ്പന്നരായ വീട്ടിൽ നിന്നുമല്ല കേട്ടോ, വളരെ പാവപ്പെട്ട വീട്ടിൽ നിന്നുമാണ്. മകൾ പ്രണയിച്ച ആ ചെറുക്കനെ കൊണ്ട് തന്നെ അപ്പുവേട്ടൻ മകളെ വിവാഹം കഴിപ്പിച്ചു. ഇന്ന് മകൾ സുഖമായി ജീവിക്കുന്നു. ഹരിയാണിപ്പോൾ ലീല ഗ്രൂപ്പിൻ്റെ എല്ലാ ബിസിനസ്സുകളും കൊണ്ടു നടക്കുന്നത്. അപ്പുവേട്ടൻ അതിലൊന്നും ഇടപെടാറില്ല. എങ്കിലും ഒരു പ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കേണ്ടി വന്നാൽ അപ്പുവേട്ടനോട് ചോദിച്ച് അനുവാദം വാങ്ങിയേ ഹരി അതെല്ലാം എടുക്കാറുള്ളൂ. ഇന്ന് ഹരിയുടെ സഹായിയായി ഹരിയുടെ കൂടെ ലീല ഗ്രൂപ്പിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഹരിയുടെ ഭാര്യയും കൂടെ പോവാറുണ്ട്. ഇന്ന് ഹരിയുടെ ഏറ്റവും വലിയ സഹായി അവളാണ്. അപ്പുവേട്ടനും ഭാര്യയും ഇന്ന് ഹരിയുടെ കുട്ടികളെ കൊഞ്ചിച്ച് വളർത്തുന്ന തിരക്കിലാണ്. കാരണം അവരുടെ മക്കൾ വലുതായല്ലോ. ഇപ്പോൾ അവർക്ക് കൊഞ്ചിക്കാൻ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അവരെ കൊഞ്ചിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ അപ്പുവേട്ടനും ഭാര്യയും. അപ്പുവേട്ടൻ അധിക സമയം ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ അപ്പുവേട്ടൻ പഴയ പോലെ നാട്ടുകാര്യങ്ങൾ നോക്കാൻ പോകാറില്ല. ഇപ്പോൾ ആവശ്യക്കാർ അപ്പുവേട്ടനെ തേടിയെത്തും. അത്രയും അത്യാവശ്യക്കാരാണെങ്കിൽ അവർക്ക് വേണ്ട സഹായം അപ്പുവേട്ടൻ ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഗണപതിക്ക് ഇന്ന് ഒരുപാട് പ്രായമായി. അതിൻ്റേതായ എല്ലാ അസുഖങ്ങളുമുണ്ട്. അവരുടെ അച്ഛൻ്റെ സ്ഥാനമാണ് ഇന്ന് ഗണപതിക്കുള്ളത്. ഗണപതി അവരുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും താമസം. ഗണപതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പുവേട്ടനും ഭാര്യയുമാണ്. എന്താവശ്യങ്ങൾക്കും അവർ ഒരു മക്കളെ പോലെ തന്നെ കൂടെ എപ്പോഴുമുണ്ട്. പിന്നെ നമ്മുടെ അപ്പുവേട്ടൻ്റെ പെങ്ങളും ഭർത്താവും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. മക്കളെയെല്ലാം വിവാഹം കഴിപ്പിച്ചയക്കുകയും ഇന്ന് അവർ വളരെ സന്തോഷത്തോടു കൂടി ഒരു പ്രശ്നവുമില്ലാതെയാണ് ജീവിക്കുന്നത്.